ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കിവിടെ കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കാം. അതിനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില മൂത്ത് വരുമ്പോൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കൊഞ്ചിട്ട് കൊടുക്കാം. ഇത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടെ ചേർത്ത് മാഗ്നേറ്റ് ചെയ്ത് 1 മണിക്കൂർ വെച്ചിരുന്നതാണ് നമ്മുടെ കൊഞ്ച്. അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തെ അടുപ്പിലേക്ക് ഗ്രേവിക്കുള്ള ചട്ടി ചൂടാക്കാൻ വെച്ചിരുന്നു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കൊഞ്ച് ഇവിടെ കിടന്ന് ഒരുവിധം നന്നായിട്ട് ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ചൂടായ എണ്ണയിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഇട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. അത് നീളത്തിൽ അരിഞ്ഞു വെച്ചേക്കുന്ന ഒരു 5 സവാളയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കൊഞ്ച് ആദ്യത്തെ ഇട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അടുത്ത ട്രിപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടച്ചു വെച്ചിരിക്കുന്ന സവാള എന്തായെന്ന് നോക്കാം. അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഉപ്പും കൂടെ ചേർത്താണ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിരുന്നത്. അത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തിരിച്ചടച്ച് വയ്ക്കാം. നമ്മുടെ കൊഞ്ച് ഇവിടെ ഒരു സൈഡ് മൂത്തിട്ടുണ്ട്. അത് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ സവാള ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. കൊഞ്ച് ഇവിടെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ. സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. സവാള നന്നായിട്ട് വഴന്ന് കളറൊക്കെ മാറി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ പൊടിച്ച പൊടിയാണ് കേട്ടോ മഞ്ഞൾപ്പൊടി. ഇനി 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് ചേർക്കുന്നതുകൊണ്ട് മുളക് പൊടി കുറച്ച് ചേർക്കുന്നുള്ളൂ കേട്ടോ. അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മുടെ ചട്ടിയിലേക്ക് 4 തക്കാളി അരിഞ്ഞതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഉള്ളി എല്ലാം കൂടെ അതിൻ്റെ മേലേക്ക് ആക്കി വെച്ച് ഒന്ന് അടച്ച് വയ്ക്കാം. അതിൻ്റെ ആവിയിലിരുന്ന് തക്കാളി വേവട്ടെ. ചെറിയ തീയിലാണ് വെച്ചേക്കുന്നത്. ഇപ്പോൾ നമുക്ക് അടച്ചു കൊടുക്കാം. ഒരു 2-3 തണ്ട് മല്ലിയില അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെക്കാം. അടച്ച് തക്കാളിയിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. മല്ലിയിലയും കൂടെയൊക്കെ ഇട്ടതല്ലേ, നല്ലപോലെ മിക്സ് ചെയ്യാം. നമുക്ക് 1/2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം.
അത് ആവശ്യമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ചിലർക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇട്ട് കൊടുക്കണ്ട. ഓരോരോ ടേസ്റ്റ് അനുസരിച്ച് മല്ലിപ്പൊടി ഇടാം. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. നമ്മുടെ കുരുമുളക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി മിക്സ് ചെയ്യാം. ഗ്രേവി നല്ല തിക്കായി വന്നിട്ടുണ്ട്. കളറൊക്കെ നല്ലവണ്ണമൊക്കെ മാറി നല്ല തിക്കായി, വെള്ളമൊക്കെ വടിഞ്ഞ് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ കൊഞ്ചിട്ട് കൊടുക്കാം. കൊഞ്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൊഞ്ച് റോസ്റ്റ് ഇവിടെ റെഡിയായി വരുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ കൂട്ടുകാരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്കത് അടച്ച് വയ്ക്കാം. അടച്ച് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല കുഴമ്പ് പരുവത്തിലുള്ള നമ്മുടെ